ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്കെല്ലാവർക്കും ദൈവവചനം ധ്യാനിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ വലിയവനായ ദൈവം നമ്മുടെ ആയുസ്സിൽ ഒരവസരം കൂടെ തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന് വചനം ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ആത്മീയ ജീവിതത്തിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ഫലം കായ്ക്കുന്ന അനുഭവം. നമ്മിൽ പലരും മാനസാന്തരപ്പെട്ടവരാണ്. ആ ഒരു വലിയ അനുഗ്രഹം, ആ ഒരു വലിയ സൗഭാഗ്യം ദൈവം നമുക്ക് തന്നു. നാം ഭാഗ്യശാലികളാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എല്ലാം ഫലം കായ്ക്കുന്ന വിശ്വാസികളായി, ഫലം കായ്ക്കുന്ന ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഫലം കായ്ക്കുന്ന അനുഭവം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ഈ വചനം നാം ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ നാം വളരെ ശാന്തമായി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഞാൻ ഫലം കായ്ക്കുന്നൊരു മുന്തിരിവള്ളിയാണോ? എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ഫലം ലഭിക്കുന്നുണ്ടോ? ആദ്യം എൻ്റെ ഭവനത്തിൽ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, ഞാൻ ജോലി ചെയ്യുന്ന ജോലി സ്ഥാപനത്തിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് എന്നിൽ നിന്ന് സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ കൂട്ടായ്മയിൽ, ഞാൻ ആയിരിക്കുന്ന രംഗങ്ങളിലെല്ലാം ഞാനൊരു ഫലം കായ്ക്കുന്ന ദൈവവൈതലാണോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്നിൽ നിന്ന് വരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ഈ ഫലം കായ്ക്കുന്ന അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 4 തരം അനുഭവങ്ങളുണ്ട്. 1, ഫലം കായ്ക്കുന്ന അനുഭവം. 2, ഫലം കായ്ക്കാത്ത അനുഭവം. അത് നാം മുൻപൊരിക്കൽ ചിന്തിക്കുകയുണ്ടായി. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 3 വർഷമായി ആ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നതായ അത്തിവൃക്ഷത്തിൽ ഫലം തിരഞ്ഞു വന്നു. അതിൻ്റെ ഇലകളും കൊമ്പുകളും എല്ലാം ഇടതൂർന്ന് വളരുന്നതായ, വളരെ ശക്തിയോടെ വളർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു അത്തിവൃക്ഷം. മറ്റൊരു കുറവും അതിനില്ല. പക്ഷെ ഫലമില്ല. വർഷങ്ങളായിട്ട് ഫലം കായ്ക്കുന്നില്ല. അതിന് യജമാനൻ കൊടുക്കുന്നതായ വെള്ളവും വളവും വലിച്ച് അതനുഭവിച്ച് ദൈവം തരുന്നതായ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ച് നാം വളർന്നു വരികയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഫലം കായ്ക്കുന്നില്ല. ഫലം കായ്ച്ചില്ലെങ്കിൽ അതിന് വെട്ടിക്കളയുക. എന്തിനെ നിലത്തെ നിഷ്ഫലമാക്കുന്നു എന്ന് അതിൻ്റെ യജമാനൻ തോട്ടക്കാരനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തോട്ടക്കാരൻ പറയുന്നുണ്ട്, യജമാനനെ 1 വർഷം കൂടെ നമുക്കൊന്ന് നോക്കാം, ഒരവസരം കൂടെ ഒന്ന് കൊടുത്തു നോക്കാം. മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ ഫലം കായ്ക്കുന്ന അനുഭവമുണ്ട്, ഫലം കായ്ക്കാത്ത അനുഭവമുണ്ട്. മറ്റൊരനുഭവമാണ് ആകാത്ത ഫലം കായ്ക്കുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഏത് അനുഭവത്തിലാണെന്ന് എൻ്റെ ജീവിതം? ഞാൻ ഫലം കായ്ക്കുന്നൊരു വിശ്വാസിയാണോ? അതെയോ ഞാൻ ഫലമില്ലാത്തൊരു വിശ്വാസിയാണോ? അതെയോ ഞാൻ ആകാത്ത ഫലം കായ്ക്കുന്നൊരു വിശ്വാസിയാണോ? ഒരനുഭവം കൂടെയുണ്ട്, അത് അധിക ഫലം കായ്ക്കുന്ന അനുഭവമാണ്. ഇതെല്ലാം ആത്മീയ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അധിക ഫലം കായ്ക്കുന്ന അനുഭവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം ആദ്യത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ ഈ അനുഭവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്. ഇതാകാത്ത ഫലം കായ്ക്കുന്ന അനുഭവം. എന്താണ് ഇവിടെ നാം വായിക്കുന്നത്? 1 മുതലതായ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ടുപാടും. എൻ്റെ പ്രിയന്റെ പാട്ടുപാടും. ആ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ടുപാടും എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ, എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. പ്രിയപ്പെട്ടവരെ, ഫലവത്തായ കുന്നിന്മേൽ ഒരു നല്ല മുന്തിരിത്തോട്ടം. ഈ യജമാനൻ അതിനെ പരിപാലിക്കുകയാണ്. ആദ്യം അതിന് ചെയ്തത് ശത്രുക്കൾ വന്ന്, മൃഗങ്ങൾ വന്ന് നശിപ്പിക്കാതിരിക്കാനായിട്ട് ഒരു വേലി കെട്ടുകയാണ്. പിന്നെ ആ മുന്തിരിത്തോട്ടത്തിലെ കല്ലുകളെല്ലാം പെറുക്കിക്കളയുകയാണ്. യാതൊരു തടസ്സവും വരാതെ, യാതൊരു കേടും വരാതെ അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടി വേലി കെട്ടുന്നു. അതിൻ്റെ കല്ലുകൾ പെറുക്കിക്കളയുന്നു. പിന്നെ എന്താണ് ചെയ്തത്? കല്ലുകൾ പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. അതിനുശേഷം ഇതിൻ്റെ ഉടമസ്ഥൻ
അതിൽ നല്ല വക മുന്തിരിവള്ളി നടുകയാണ്. ഏറ്റവും നല്ലതായ മുന്തിരിവള്ളി നടുകയാണ്. പിന്നെ എന്ത് ചെയ്തു? നടുവിൽ ഒരു ഗോപുരം പണിതു, നടുവിലൊരു ഗോപുരവും പണിതു, ഒരു ചക്കുമിട്ടു. എന്നിട്ട് യജമാനൻ കാത്തിരിക്കുകയാണ്. ഈ മുന്തിരിവള്ളി നട്ട് അതിനെ പരിപോഷിപ്പിച്ച് അതിന് വളർന്നു വരുന്നത് കണ്ട് ആസ്വദിച്ച് കാത്തിരിക്കുകയാണ് ഇതിൻ്റെ യജമാനൻ. സംഭവിച്ചത് എന്താണ്? മുന്തിരിങ്ങ കായ്ക്കുമെന്നവൻ കാത്തിരുന്നു. മുന്തിരിങ്ങ കായ്ക്കുമെന്നുള്ളതായ വളരെ പ്രതീക്ഷയോടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് വേലി കെട്ടി കല്ല് പെറുക്കിക്കളഞ്ഞ് നല്ല മുന്തിരിവള്ളി നട്ട് ഗോപുരവും പണിത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്നുള്ള വളരെ പ്രതീക്ഷയോടെ ഈ ഉടമസ്ഥൻ അല്ലെങ്കിൽ യജമാനൻ കാത്തിരിക്കുകയാണ്. നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. പ്രിയപ്പെട്ടവരെ, നിരാശാജനകമായ ഒരു അനുഭവമാണ്. നല്ല മുന്തിരിവള്ളിയാണ് നട്ടത്, നല്ല മുന്തിരിഫലം കിട്ടുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയായിപ്പോയി, ആകാത്ത ഫലമായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെയും നിങ്ങളുടെയും അനുഭവമാണോ ഇത്? ദൈവം നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു തന്നില്ലേ? ദൈവം നമുക്ക് ഏറ്റവും നല്ലത് ചെയ്തു തന്നില്ലേ? നമുക്ക് ഏറ്റവും നല്ലൊരു കുടുംബ ജീവിതം തന്നില്ലേ? നമുക്ക് ഏറ്റവും നല്ലൊരു ജീവിത പങ്കാളിയെ ദൈവം നമുക്ക് തന്നില്ലേ? നമുക്ക് ഏറ്റവും നല്ല ഒരു ജോലി ദൈവം നമുക്ക് തന്നില്ലേ? നമുക്ക് ഏറ്റവും നല്ലൊരു സാഹചര്യം ദൈവം നമുക്ക് തന്നില്ലേ? ദൈവം നമുക്ക് ഏറ്റവും നല്ലൊരു കൂട്ടായ്മ ദൈവം നമുക്ക് തന്നില്ലേ? ദൈവം നമുക്ക് ഏറ്റവും നല്ല പരിശുദ്ധാത്മാവിന് വചനം തന്നില്ലേ? ദൈവം എത്രയോ നാളായി നമ്മളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഫലം കായ്ക്കാൻ വേണ്ടി, നല്ല മുന്തിരിങ്ങ കായ്ക്കുന്നതിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. നമുക്കിതെല്ലാം ചെയ്തു തന്ന, നമുക്ക് ആയുസ് തന്ന, നമുക്ക് ആരോഗ്യം തന്ന, നമുക്ക് ജീവിക്കാൻ വേണ്ടി എല്ലാം ചെയ്ത് സമയാസമയങ്ങളിൽ നമുക്ക് വേണ്ടതെല്ലാം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ചവനായ നമ്മുടെ ഉടമസ്ഥൻ നമ്മളിൽ നല്ല ഫലം തെരഞ്ഞു വരുവാൻ അവന് കാത്തിരിക്കുകയാണ്. പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയായിപ്പോയി, ആകാത്ത ഫലമായിപ്പോയി. പ്രിയപ്പെട്ടവർ, ഇതാണോ നമ്മുടെ അനുഭവം? വീണ്ടും നമുക്ക് താഴോട്ട് വായിക്കാം. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? പ്രിയപ്പെട്ടവരെ, അത് ജീവനുള്ള ദൈവത്തിന്റെ ഒരു വേദനയുടെ ശബ്ദമാണ്. പഴയ നിയമ ഇസ്രായേലിനെ നോക്കി, ദൈവം വീണ്ടെടുത്ത തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ നോക്കി ദൈവം വേദനയോടെ കരയുന്ന ഒരു ഹൃദയ വേദനയുടെ ശബ്ദമാണ്, ഒരു കരച്ചിലിൻ്റെ ശബ്ദമാണത്. ഞാൻ എൻ്റെ തോട്ടത്തിൽ, ഈ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിനകത്ത് എന്താണ് ചെയ്യാനുള്ളത്? സഹോദര, ഇത് നിന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നീയാണ് ഈ മുന്തിരിത്തോട്ടം, നീയാണ് ഈ മുന്തിരിവള്ളി. ദൈവം നിനക്കെല്ലാം തന്നില്ലേ? എന്തിനാണ് ദൈവം നിനക്ക് കുറവ് വരുത്തിയത്? ദൈവം നിന്നെ നടത്തിയില്ലേ ഈ പ്രായം വരെ? ദൈവം നിനക്ക് ആയുസ് തന്നില്ലേ? ദൈവം നിനക്ക് ആരോഗ്യം തന്നില്ലേ? ആപത്തുകളിലും അനർത്ഥങ്ങളിലും ദൈവം നിന്നെ താങ്ങിയില്ലേ? വെട്ടിക്കളയേണ്ട സാഹചര്യങ്ങൾ, പിശാച് ഈ ഭൂമിയിൽ നിന്ന് തൂത്തുകളയേണ്ട അനേക സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നില്ലേ? ദൈവം അതിൽ നിന്നെല്ലാം ദൈവം നിന്നെ വിടുവിച്ചില്ലേ? തൻ്റെ ദൂതന്മാരെ അയച്ച്, തൻ്റെ മാലാഹമാരെ അയച്ച് ദൈവം നിന്നെ വിടുവിച്ച് നിനക്ക് ഇത്രത്തോളം ആയുസ് തന്നില്ലേ? പണ്ടേ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയേണ്ടതല്ലായിരുന്നു, വെട്ടിക്കളയേണ്ടതല്ലായിരുന്നു. എന്നാൽ ദൈവം നിനക്ക് ആയുസ് തന്നില്ലേ? ദൈവം നിനക്ക് ആരോഗ്യം തന്നില്ലേ? ദൈവം നിനക്ക് നല്ലൊരു കുടുംബജീവിതം തന്നില്ലേ? ഉപജീവന മാർഗം തന്നില്ലേ? ഒരു കാലത്ത് 10 പൈസ കയ്യിലെടുക്കാനില്ലാത്ത ഒരു കാലം നിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം നമുക്ക് സമൃദ്ധിയായിട്ട് തന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവം എന്തിനാണ് കുറവ് വരുത്തിയത്? ഏത് കാര്യമാണ് ദൈവം നമുക്ക് മുടക്കിയത്? ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിച്ചതിന് ശേഷം ദൈവം നമ്മെ നടത്തിയില്ലേ? നാം ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ദൈവം നമ്മെ നടത്തിയില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. ദൈവം നടത്തിയ വഴികൾ, ദൈവം ഉയർത്തിയ വിധങ്ങൾ, ദൈവം അനുഗ്രഹിച്ചതായ അനുഗ്രഹത്തിൻ്റെ വഴികൾ, ചില അടഞ്ഞ വാതിലുകളെല്ലാം ദൈവം നിങ്ങൾക്ക് തുറന്നു തന്നില്ലേ? അനേക നാളുകളായി വിവാഹം നടക്കാതിരുന്നു, ദൈവം നിങ്ങൾക്ക് നല്ലൊരു വിവാഹ ജീവിതം തന്നില്ലേ? വിവാഹം കഴിച്ചു, അനേക നാളുകളായി കുഞ്ഞുങ്ങളില്ല, വേദനയോടെ കഴിഞ്ഞിരുന്ന കാലങ്ങളില്ലേ? ദൈവം നിങ്ങൾക്കൊരു ഓമന കുഞ്ഞിനെ തന്നില്ലേ? ദൈവം എവിടെയാണ് നമുക്ക് കുറവ് വരുത്തിയത്? നമ്മുടെ വേദനകളിൽ അവൻ നമ്മെ സഹായിച്ചില്ലേ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ മറുപടി തന്നില്ലേ? എവിടെയാണ് കർത്താവ് നമ്മളെ സഹായിക്കാത്തത്? എവിടെയാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കാത്തത്? എല്ലാ കാര്യങ്ങളിലും ദൈവം നമ്മെ അനുഗ്രഹിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലായ്മയിൽ ദൈവം നമ്മെ ഉയർത്തിയില്ലേ?
ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർത്തുന്നവനായൊരു ദൈവമുണ്ട്. ഈ ദൈവം നമുക്കെല്ലാം ചെയ്തു തന്നില്ലേ? പക്ഷെ കർത്താവ് വേദനയോട് ചോദിക്കുന്ന ആ ചോദ്യം നമുക്കൊന്നുകൂടെ വായിച്ചു കേൾക്കാം. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? ദൈവം വേദനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ആകാത്ത ഫലം വരുന്നത് കണ്ടിട്ട് ദൈവം വേദനയോട് ചോദിക്കുകയാണ്, മകനെ, ഞാൻ നിനക്ക് ഇനി എന്താണ് ചെയ്തു തരാനുള്ളത്? ഇനി ഞാൻ നിനക്ക് ഏത് അനുഗ്രഹമാണ് തരാനുള്ളത്? ഞാൻ നിന്നെ സഹായിച്ചില്ലേ? ഞാൻ നിന്നെ അനുഗ്രഹിച്ചില്ലേ? ഞാൻ നിന്നെ വഴി നടത്തിയില്ലേ? ഞാൻ നിന്റെ കണ്ണുനീര് തുടച്ചതായ അനുഭവം നിനക്കില്ലേ? തീർന്നുവെന്ന് വിചാരിച്ചതായ സാഹചര്യങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ പൊക്കിയെടുത്തില്ലേ? നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ നിന്നെ മാനിച്ച് നടത്തിയില്ലേ? നീ പുറംപറമ്പിൽ കിടന്നവനായിരുന്നില്ലേ? എന്നാൽ നിന്നെ എൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് ഞാൻ നിന്നെ വിലയ്ക്ക് മേടിച്ച് നിന്നെ വിലയേറിയൊരു മാന്യനുമായി ഞാൻ എണ്ണിയില്ലേ? കുഞ്ഞെ, നീ എന്തുകൊണ്ടാണ് ഫലം കായ്ക്കാത്തത്? എന്തുകൊണ്ടാണ് നീ ഇന്നും ആകാത്ത ഫലം കായ്ക്കുന്നത്? കർത്താവ് വേദനയോടെ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവർ. വീണ്ടും താഴോട്ട് നമുക്ക് വായിക്കാം. എൻ്റെ തോട്ടത്തിൽ, എൻ്റെ ഈ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി ഞാൻ അതിൽ എന്ത് ചെയ്യേണ്ടു എന്നാണ് ചോദിക്കുന്നത്. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ന് ദൈവത്തിന് മനസ്സിലാകുന്നില്ല, ഇതിൻ്റെ ഉടമസ്ഥന് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ തോട്ടത്തിലെല്ലാം ചെയ്തല്ലോ, ഞാൻ വേണ്ട സമയത്ത് തക്ക സമയത്ത് വളമിട്ട് കൊടുത്തതാണല്ലോ, വെള്ളമൊഴിച്ച് കൊടുത്തതാണല്ലോ, കീടനാശിനികൾ തളിച്ചതാണല്ലോ. പിന്നെ എന്താണ് സംഭവിച്ചത്? എവിടെയാണ് പിഴച്ചു പോയത്? എവിടെയാണ് തെറ്റ് സംഭവിച്ചത്? എവിടെയാണ്? എന്തുകൊണ്ടാണ് വീണ്ടും ഈ ആകാത്ത ഫലം കായ്ക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വീണ്ടും താഴ്ത്ത് നാം വായിക്കുമ്പോൾ കർത്താവ് എന്താണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ആകയാൽ വരുവീൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കാമെന്നാണ് ദൈവം പറയുന്നത്. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, ഞാൻ ഇതിൻ്റെ വേലി പൊളിച്ചു കളയും. സഹോദരങ്ങളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഒരു സ്വർഗീയ സംരക്ഷണത്തിൻ്റെ, ഒരു സ്വർഗീയ കാവലിൻ്റെ, ഒരു സ്വർഗീയ കരുതലിൻ്റെ, ഒരു സ്വർഗീയ സംരക്ഷണത്തിൻ്റെ വേലി ദൈവം നമുക്ക് കൃപയാൽ തന്നിട്ടുണ്ട്. ആ വേലി കർത്താവ് പൊളിച്ചു കളയുമെന്നാണ് പറയുന്നത്. വേലി പൊളിഞ്ഞു പോയാൽ എല്ലാം തീർന്നില്ലേ പ്രിയപ്പെട്ടവരെ? ആ ദൈവീക സംരക്ഷണത്തിൻ്റെ, ആ ദൈവീക കരുതലിൻ്റെ, ആ ദൈവ കൃപയുടെ വേലി പൊളിഞ്ഞു പോയാൽ എല്ലാം തീർന്നില്ലേ? പിശാചി നമ്മെ നശിപ്പിച്ച് കളയുകയില്ലേ? കർത്താവ് പറയുകയാണ്, ദൈവം പറയുകയാണ്, ഒന്നാമത് അവൻ ചെയ്യുന്നത് വേലി അവൻ പൊളിച്ചു കളയുമെന്നാണ് പറയുന്നത്. വേലി പൊളിച്ചു കളയുക. പ്രിയപ്പെട്ട സഹോദര, ഈ ദൈവീക സംരക്ഷണത്തിൻ്റെ വേലിക്കുള്ളിലാണോ ഇന്ന് നീ? അതെയോ വേലി പൊളിഞ്ഞു പോയോ? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുന്നത് നല്ലതാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറകൾക്കും ആ സ്വർഗീയ കൃപയുടെ വേലിയുടെ ആ സംരക്ഷണത്തിലാണോ ഞാൻ ഇന്ന് കഴിയുന്നത്? അതെയോ വേലി പൊളിഞ്ഞു പോയോ? വേലി പൊളിഞ്ഞു കിടക്കുകയാണോ? നാം പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. നാം ചിന്തിച്ചു നോക്കണം. അപകടമാണ് വേലി പൊളിഞ്ഞു കഴിഞ്ഞാൽ, ആപത്താണ് വേലി പൊളിഞ്ഞു കഴിഞ്ഞാൽ. നാം അറിയില്ല പിശാച് നമ്മെ തകർത്ത് കളയുന്നത് എപ്പോഴാണെന്ന്. നാം വാസ്തവത്തിൽ നിന്ന് ജീവിക്കുന്നത് ആ ദൈവകൃപയുടെ വേലി ഉള്ളത് കൊണ്ടല്ലേ? ആ ദൈവിക സംരക്ഷണം ഉള്ളത് കൊണ്ടല്ലേ? ഇല്ലെങ്കിൽ നമ്മെ പിശാച് പണ്ടേ തകർത്ത് കളയില്ലായിരുന്നു. ഈ ദൈവിക സംരക്ഷണത്തിൻ്റെ വേലി പൊളിഞ്ഞു കിടക്കുകയാണോ എന്ന് നിങ്ങൾ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. സഹോദരൻ, നിന്റെ തലമുറകളുടെ ആ സ്വർഗീയ വേലി പൊളിഞ്ഞു കിടക്കുകയാണോ? നീ ഭയപ്പെടണം, നീ നിലവിളിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാനതിൻ്റെ വേലി പൊളിച്ചു കളയുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും താഴ്ത്ത് വായിക്കാം. അത് തിന്നുപോകും, ഞാനതിൻ്റെ മതിൽ ഇടിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, മതിലെല്ലാം ദൈവം ഇടിച്ചു കളയുമെന്നാണ് പറയുന്നത്. ആ സംരക്ഷണത്തിൻ്റെ, ആ കാവലിൻ്റെ, ആ സ്വർഗീയ കാവലിൻ്റെ മതിലും വേലിയും കർത്താവ് പൊളിച്ചു കളയുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഞാൻ ആകാത്ത ഫലം കായ്ച്ചത് കൊണ്ടാണ്, ഞാൻ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അതായിട്ട് എന്താണ് വായിക്കുന്നത്? അത് ചവിട്ടി മതിച്ചു പോകും, ഞാനതിനെ ശൂന്യമാക്കും. അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാം നാശമാണ് അവിടെ വരുന്നത്. ദൈവകൃപയുടെ വേലി പൊളിഞ്ഞു പോയാൽ എല്ലാം നാശമാണ്, എല്ലാം നഷ്ടമാണ്, എല്ലാം കഷ്ടതയാണ്, എല്ലാം അരിഷ്ടതയാണ്. ദൈവകൃപയുടെ വേലി നിങ്ങളുടെ ജീവിതത്തിൽ, ഈ കൃപയുടെ വേലി ഇന്ന് പൊളിഞ്ഞിരിക്കുകയാണോ? അതോ ഈ വേലിക്കുള്ളിലാണോ എന്ന് നിങ്ങൾ ജീവിക്കുന്നത്? ഓരോ ദിവസവും രാവിലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാറുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, നിന്റെ കൃപയുടെ വേലി പൊളിഞ്ഞു പോകല്ലേ, നിന്റെ സഹായിക്കുന്ന കരത്തിൻ്റെ ആ താങ്ങും കരങ്ങൾ എന്നിൽ നിന്ന് മാറിപ്പോകല്ലേ. ആ തിരുരക്തത്തിൻ്റെ വേലിക്കുള്ളിൽ എന്നെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. ആ തിരുരക്തത്തിൻ്റെ ആ തീമതിൽ സംരക്ഷണത്തിൻ്റെ ആ കോട്ടയിൽ എന്നെ പൊതിഞ്ഞുകൊള്ളണമേ. എൻ്റെ തലമുറകളെ നീ കാത്തുകൊള്ളണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ആ വേലി പൊളിഞ്ഞിരിക്കുകയാണോ?
ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇതെല്ലാം പറയുന്നത് ആരെക്കുറിച്ചാണ്? അടുത്ത വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മുന്തിരിത്തോട്ടം, ഇസ്രായേൽ ഗൃഹവും ഇസ്രായേൽ ഗ്രഹവും, അവന്റെ മനോഹരമായ നടുതല, അവന്റെ മനോഹരമായ നടുതല, യഹൂദ പുരുഷന്മാരുമാകുന്നു. യഹൂദ പുരുഷന്മാരുമാകുന്നു. പ്രിയപ്പെട്ട ദൈവത്തിലെ, നീയാണ് അവന്റെ നടുതല, നീയാണ് അവന്റെ മുന്തിരിവള്ളി, നീയാണ് അവന്റെ മുന്തിരിത്തോട്ടം. വേലി പൊളിഞ്ഞു കിടക്കുകയാണോ? ദൈവം വേദനയോടെയാണ് ഇത് പറയുന്നത്. ദൈവം വേദനയോടാണ് ഇത് പറയുന്നത്. 80-ാം സങ്കീർത്തനം നമുക്ക് എടുക്കാം. 80-ാം സങ്കീർത്തനം അതിൻ്റെ 8 മുതലുള്ളതായ വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരനായ ആസാഫ് വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞതിനെ നട്ടു, ജാതികളെ നീക്കിക്കളഞ്ഞതിനെ നട്ടു, നീ അതിനെ തടമെടുത്തു, നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു, അത് വേരൂന്നി ദേശത്ത് പടർന്നു, അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയുമായിരുന്നു, കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു, അത് കൊമ്പുകളെ സമുദ്രം വരെയും, അത് കൊമ്പുകളെ സമുദ്രം വരെയും, ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു, ചില്ലുകളെ നദി വരെയും നീട്ടിയിരുന്നു, വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? പ്രിയപ്പെട്ടവര്, മനോഹരമായി നട്ടതായ ഒരു മുന്തിരിത്തോട്ടമായിരുന്നു, ഒരു മുന്തിരിവള്ളിയായിരുന്നു. എന്നാൽ ഇതാ വേലി പൊളിഞ്ഞു കിടക്കുകയാണ്, വേലി പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ശാന്തമായിട്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു കാലത്ത് തന്നതായ ആ സ്വർഗീയ സംരക്ഷണത്തിൻ്റെ വേലി ഇന്ന് പൊളിഞ്ഞിരിക്കുകയാണോ? അതിൽ പിശാച് അതിൽ കയറിയിട്ടുണ്ടോ? പിശാചി മുന്തിരിവള്ളി നശിപ്പിച്ചിട്ടുണ്ടോ? വീണ്ടും താഴ്ത്ത് നാം എന്താണ് വായിക്കുന്നത്? വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു, വയലിലെ മൃഗങ്ങൾ തിന്നുകളയുകയാണ്. മൃഗങ്ങൾ കയറി ഇറങ്ങി നിരങ്ങുകയാണ് ജീവിതത്തിൽ കൂടെ. എന്താണ് ഈ മൃഗങ്ങൾ? സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരയണമേ. പ്രിയപ്പെട്ട ആസാഫ് പ്രാർത്ഥിക്കുകയാണ്, സങ്കീർത്തനക്കാരൻ നിലവിളിക്കുകയാണ്, സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ. വേലി പൊളിഞ്ഞു കിടക്കുകയാണ്, ഇതാ വേലി മുറിഞ്ഞു പോയിരിക്കുകയാണ്, ശത്രുക്കൾ കയറി വരികയാണ്, ഇതാ ജയം കിട്ടുന്നില്ല, പണ്ടുണ്ടായിരുന്നതായ ജയ ജീവിതമെന്നില്ല, ഇതാ അരുതാത്ത ചിന്തകൾ കയറി വരികയാണ്, ആഗ്രഹിക്കാത്ത തിന്മകൾ കയറി വരികയാണ്, ഇതാ ജീവിതം ഇതാ മ്ലേച്ഛതയിലേക്ക് പോവുകയാണ്. കാരണം വേലി പൊളിഞ്ഞുപോയി സഹോദര, വേലി പൊളിഞ്ഞുപോയി. എന്തുകൊണ്ടാണ് കുടുംബത്തിലെ ഐക്യം നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ആ ഒരു മനസ്സും ഐക്യവും സ്നേഹവും നഷ്ടപ്പെട്ടത്? വേലി പൊളിഞ്ഞു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അരുതായിലേക്ക് പോകുന്നത്? മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും കഞ്ചാവിലേക്കും കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് വിരളി പൂണ്ട് പോകുന്നത്? എന്തുകൊണ്ടാണ്? വേലി പൊളിഞ്ഞു കിടക്കുകയാണ്. ദൈവിക സംരക്ഷണത്തിൻ്റെ, ദൈവിക കൃപയുടെ, ആ ദൈവിക കാവലിൻ്റെ ആ കോട്ട പൊളിഞ്ഞു കിടക്കുകയാണ്. പിശാച് യഥേഷ്ടം കയറിയിറങ്ങി നിരങ്ങുകയാണ്. പിശാച് നശിപ്പിച്ചു കളയുകയാണ്, ഈ മുന്തിരിവള്ളി നശിപ്പിച്ചു കളയുകയാണ്. ദാവീദ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച്, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ, മുന്തിരിവള്ളി ഒന്ന് സന്ദർശിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ, നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ നിലവിളിച്ചതുപോലെ നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് ഇപ്പോൾ കണ്ണുകൾ ഉയർത്താം. സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ. നീ സ്വർഗത്തിൽ നിന്ന് നോക്കി ഈ മുന്തിരിവള്ളി ഒന്ന് സന്ദർശിക്കണമേ, ഈ മുന്തിരിവള്ളി ഒന്ന് കടാക്ഷിക്കണമേ. നീ ഒന്ന് നോക്കണമേ കർത്താവേ, എൻ്റെ അരിഷ്ടതയൊന്ന് കാണണമേ. എൻ്റെ വേലി പൊളിഞ്ഞു കിടക്കുകയാണ് കർത്താവേ. പിശാചെന്നെ കീഴടക്കി കർത്താവേ. പിശാച് അവൻ്റെ കൊടി എൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നാട്ടി കർത്താവേ. ഇതാ ഇതിലുള്ളതായ ചിത്രപ്പണികളെല്ലാം ആകപ്പാട് നശിപ്പിച്ച് കർത്താവേ. എൻ്റെ ആത്മീയ സൗന്ദര്യം പിശാച് നശിപ്പിച്ചു കളഞ്ഞു. വേലി പൊളിഞ്ഞുപോയി കർത്താവേ. സൈന്യങ്ങളുടെ ദൈവമേ നീ ഒന്ന് നോക്കണമേ, നീ എന്നെ ഒന്ന് കടാക്ഷിക്കണമേ, നീ എന്നെ സന്ദർശിക്കണമേ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് തിരിച്ചറിയുമോ? വേലി പൊളിഞ്ഞു കിടക്കുന്നത് സഹോദര നീ ഒന്ന് കണ്ടെത്തുമോ? ദൈവത്തിന് സ്തോത്രം. എന്താണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചത്? സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച്, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ, മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും, നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും, നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ, നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. കണ്ണുനീരോടെ നിലവിളിക്കുകയാണ്, കർത്താവേ നീയല്ലേ ഈ തയ്യെ നട്ടത്, നീയല്ലേ നിനക്ക് വേണ്ടി നീ തയ്യെ വളർത്തിയത്, നീയല്ലേ നനച്ചു കൊണ്ടുവന്നത്, നീ എന്നെ മറന്നുകളയല്ലേ കർത്താവേ. നീ എന്നെ ഒന്ന് ഓർക്കണമേ, നീ എന്നെ സന്ദർശിക്കണമേ. പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു, തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിന്റെ ഭർസനത്താൽ അവർ നശിച്ചു പോകുന്നു, നിന്റെ മുഖത്തിന്റെ ഭർസനത്താൽ അത് നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ, നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ, നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. അടുത്ത വാക്യം കൂടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല,
ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ എന്നാൽ വിളിച്ചപേക്ഷിക്കും. ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ നാശം വരുന്നത്? എന്തുകൊണ്ടാണ് ഈ തോൽവി വരുന്നത്? എന്തുകൊണ്ടാണ് ഈ കെടുതികൾ വരുന്നത്? വേലി പൊളിഞ്ഞു കിടക്കുകയാണ്, സ്ഥാനം തെറ്റിയിരിക്കുകയാണ്. സഹോദര, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, ദൈവം നിന്നെ ആക്കിയ സ്ഥാനത്ത് നിന്ന്, ദൈവം നിനക്ക് തന്നതായ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് നീ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുകയാണ്. നീ യഥാസ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു. നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. നിന്റെ ആദ്യ സമർപ്പണത്തിലേക്ക് നീ മടങ്ങി വരേണ്ടിയിരിക്കുന്നു. നീ പാപത്തിന് ഇടം കൊടുത്തിരിക്കുകയാണ്. നീ പിശാചിന് ഇടം കൊടുത്തിരിക്കുകയാണ്. നീ അശുദ്ധിക്ക് ഇടം കൊടുത്തിരിക്കുകയാണ്. നീ പാപ വഴികളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വേലി പൊളിഞ്ഞു പോയിരിക്കുകയാണ്. 89-ാം സങ്കീർത്തനം 40-41 വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെയും വേലി പൊളിച്ചു കളയുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നീ അവന്റെ വേലിയൊക്കെയും പൊളിച്ചു, നീ അവന്റെ വേലിയൊക്കെയും പൊളിച്ചു, അവന്റെ കോട്ടകളെയും ഇടിച്ചു കളഞ്ഞു. ദൈവീക സംരക്ഷണത്തിന്റെ കോട്ടകളെ ദൈവം ഇടിച്ചു കളഞ്ഞു. വഴി പോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു. വഴി പോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു. തന്റെ അയൽക്കാർക്ക് അവൻ നിന്ദനായി തീർന്നിരിക്കുന്നു. അവന്റെ അയൽക്കാർക്ക് അവൻ നിന്ദിതനായി തീർന്നിരിക്കുന്നു. എന്താണ് കാരണം? വേലി പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ദുഷ്ടനകത്ത് കയറിയിരിക്കുകയാണ്. പിശാചകത്ത് കയറിയിരിക്കുകയാണ്. സഹോദര, നീ ഇന്ന് അയൽക്കാർക്ക് നിന്ദിതനായിരിക്കുകയാണോ? നീ ഒരു നിന്ദാപാത്രമായി തീർന്നിരിക്കുകയാണോ? നീ ഒരിക്കലും ഒരു മാനപാത്രമായിരുന്നു. നീ ഒരിക്കലും ദൈവത്തിന് അഭിമാനപാത്രമായിരുന്നു. എന്നാൽ ഇന്ന് നീ നിന്ദാപാത്രമായി തീർന്നിരിക്കുകയാണോ? വേലി പൊളിഞ്ഞു കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേലി പൊളിഞ്ഞു കിടക്കുകയാണോ? എവിടെയെല്ലാമാണ് വേലി പൊളിഞ്ഞു പോയത്? നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. ഞാനിന്ന് ഫലം കായ്ക്കുന്നൊരു മുന്തിരിവള്ളിയാണോ? അത് ആകാത്ത ഫലം കായ്ക്കുന്നൊരു മുന്തിരിവള്ളിയാണോ? അത് ഞാൻ ഫലം കായ്ക്കാത്ത മുന്തിരിവള്ളിയാണോ? എങ്ങനെ ഫലം കായ്ക്കാൻ പ്രിയപ്പെട്ടവരെ? എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലതായ വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. കർത്താവ് ചെത്തി വെടിപ്പാക്കുകയാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്? വേലി പൊളിഞ്ഞു കിടക്കുകയാണ് എന്ന് എന്തിനാണ് കർത്താവ് പറയുന്നത്? നിങ്ങൾ തള്ളിക്കളയാനാണോ? അല്ല, കർത്താവ് ചെത്തി വെടിപ്പാക്കുകയാണ്. കർത്താവ് നിങ്ങൾക്ക് ശുദ്ധീകരണം തരികയാണ്. ഈ വചനത്തിന് മുമ്പിൽ നിങ്ങളൊന്ന് എളിമപ്പെടുമോ? നിങ്ങളൊന്ന് വിനയപ്പെടുമോ? നിങ്ങളൊന്ന് താഴുമോ? കർത്താവെ, വേലി പൊളിഞ്ഞു പോയി, ശത്രു കയറിക്കൂടി, ശത്രു എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഈ മുന്തിരിവള്ളി നശിപ്പിച്ചു കളഞ്ഞു. നിന്റെ നടുതലയെ പിശാച് ഇതാ വെട്ടിക്കളഞ്ഞു. പിശാചിനിടം കൊടുത്തുപോയി. വേലി പൊളിഞ്ഞുപോയി. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഫലം കായ്ക്കുന്നതിന്, അധിക ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തി വെടിപ്പാക്കുകയാണ്. ചെത്തി വെടിപ്പാക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മെ ശുദ്ധീകരിക്കുന്നതിനായൊരു ദൈവമുണ്ട്. നമുക്ക് ചിലപ്പോൾ അത് വേദനയായിട്ട് തോന്നിയേക്കാം. ചില ശുദ്ധീകരണങ്ങളെല്ലാം വേദനയായിട്ട് തോന്നിയേക്കാം. ചില കഷ്ടതകൾ കൂടി, ചില രോഗത്തിൽ കൂടി, ചില പ്രതിസന്ധിയിൽ കൂടി, ചില പ്രശ്നത്തിൽ കൂടി ജീവനുള്ള ദൈവം നിന്നെ കടത്തിവിടുന്നത് നിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നീ അധിക ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. മകനെ, നീ നിരാശപ്പെടേണ്ട. നിന്നെ അധിക ഫലം കായ്ക്കേണ്ടതിന് നിന്റെ ഉടയവൻ തന്നെ, നിന്റെ ഉടമസ്ഥൻ തന്നെ, നിന്നെ മെനഞ്ഞവൻ തന്നെ നിന്നെ ചെത്തി വെടിപ്പാക്കുകയാണ്. നീ നിരാശപ്പെടേണ്ട. യജമാനനോട് നീ ചേർന്ന് നിന്നുകൊള്ളുക. അവൻ്റെ കരത്തോട് നീ ചേർന്ന് നിന്നുകൊള്ളുക. അവനെ ശുദ്ധീകരിക്കുന്ന കരത്തെ നീ മുറുകെ പിടിച്ചുകൊള്ളുക. അവനെ ശുദ്ധീകരിക്കുന്ന സ്നേഹത്തെ നീ കണ്ടുകൊള്ളുക. ആ സ്നേഹത്തെ നീ സ്തുതിച്ചുകൊള്ളുക. ആ സ്നേഹവാനായ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നീ കിടന്നുകൊള്ളുക. നിന്നെ ശുദ്ധീകരിക്കുന്നവനായൊരു ദൈവമുണ്ട്. നിന്നെ ചെത്തി വെടിപ്പാക്കുന്നവനായൊരു ദൈവമുണ്ട്. ചെത്തി വെടിപ്പാക്കുന്നത് നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടല്ല, അധിക ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത വാക്യം വായിക്കാം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഫലം കായ്ക്കാനുള്ള, അധിക ഫലം കായ്ക്കാനുള്ള ഏക വഴി ഇതേയുള്ളൂ. ക്രിസ്തുവിൽ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയുകയില്ല. നമ്മുടെ സ്വന്തമായ പ്രയത്നം കൊണ്ടോ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ, നമ്മുടെ ഉപവാസം കൊണ്ടോ, നമ്മുടെ നല്ല ജീവിതം കൊണ്ടോ, നമ്മുടെ കണ്ടുകാഴ്ചകൾ കൊണ്ടോ സഹോദര ഫലം കായ്ക്കാൻ കഴിയുകയില്ല. പിന്നെയോ യേശുക്രിസ്തു നിന്റെ ഉള്ളിൽ നിറഞ്ഞു വസിച്ചാൽ മാത്രമേ നിനക്ക് ഫലം കായ്ക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. അവസാനം വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവരിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും.
എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദര, ഈ ഒരു അനുഭവത്തിലേക്ക് നീ വന്നോ? യേശു ഇല്ലെങ്കിൽ ഞാൻ പൂജ്യമാണ്. യേശുവിൻ്റെ കൃപയില്ലെങ്കിൽ ഞാൻ പൂജ്യമാണ്. യേശുവിൻ്റെ ആത്മാവില്ലെങ്കിൽ ഞാൻ വെറും ഒന്നുമല്ലാത്ത മനുഷ്യനാണ്. ഞാൻ പച്ച ജഡമാണ്. എനിക്കൊരു ആത്മീയനായിട്ട് ജീവിക്കാൻ കഴിയുകയില്ല. ഈ ഒരു അനുഭവത്തിലേക്ക് നീ വന്നോ പ്രിയപ്പെട്ടവരെ? എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എങ്ങനെയാണ് ഈ അനുഭവം കിട്ടുന്നത് പ്രിയപ്പെട്ടവരെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, A.W. ടോസർ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനുണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ആസ്വദിക്കാം ആത്മനിറവിൻ ജീവിതം എന്നാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ കയ്യിൽ ഒരു ഇരുമ്പ് കഷ്ണം ഇരിപ്പുണ്ടെന്നിരിക്കട്ടെ. നമ്മുടെ മുമ്പിൽ ഇതാ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ തീയിലേക്ക് ആ ഇരുമ്പ് കഷ്ണം അങ്ങ് ഇട്ടു. അപ്പോൾ ഇരുമ്പ് കഷ്ണം ഇപ്പോൾ തീക്കകത്തായി. അല്പസമയം കഴിഞ്ഞ് നാം ആ തീ ഇങ്ങനെ ഊതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ ആ തീയിലേക്ക് ഇട്ടതാ ഇരുമ്പ് കഷ്ണം ഒരു തീഗോളമായി മാറും. അപ്പോൾ ഇപ്പോൾ ആ തീയ് ഇരുമ്പിനുള്ളിലായി. ആദ്യം നാം ഇട്ടതായ ഇരുമ്പ് കഷ്ണം തീക്കുള്ളിലായി. അല്പസമയം കഴിഞ്ഞപ്പോൾ തീയ് ഇരുമ്പിനുള്ളിലായി. പ്രിയപ്പെട്ടവരെ, അത് രണ്ടും രണ്ട് വസ്തുക്കളാണെങ്കിലും ഇപ്പോൾ അത് ഒന്നായി തീർന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ആ ഇരുമ്പിനെ നശിപ്പിക്കുന്ന ഒരു ശക്തിയല്ല തീയ്, പിന്നെയോ അതിന് കൂടുതൽ ശോഭ കൊടുക്കുന്നൊരു ശക്തിയാണ് തീയ്. സഹോദര, ഇതാണ് ആത്മീയ ജീവിതം. ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ വാഴുമ്പോഴാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്നെ നിയന്ത്രിക്കുമ്പോഴാണ് നീ ആത്മാവിൽ ഫലം കായ്ക്കുന്നത്. അതിന് നിനക്ക് താല്പര്യമുണ്ടോ? ഫലം കായ്ക്കുന്നൊരു വിശ്വാസിയാകാൻ നിനക്ക് താല്പര്യമുണ്ടോ? ക്രിസ്തുവിൻ്റെ ഒരു തീയുള്ളവനായിട്ട് ജീവിക്കാൻ പ്രിയപ്പെട്ട ദൈവത്തിലെ നിനക്ക് ആഗ്രഹമുണ്ടോ? ആ തീ നിന്റെ അരികിൽ വന്നിരിക്കുകയാണ്. ആ യേശുവാണ് നിന്റെ അരികത്ത് വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ആ ഹൃദയം തുറന്ന് ഈ തീയാകുന്ന ക്രിസ്തുവിനെ, ആ തീയുടെ ആത്മാവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ സ്വീകരിക്കുമോ? നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. സഹോദര, ഇപ്പോൾ നിന്റെ അരികത്ത് നിന്റെ യജമാനൻ കടന്നു വന്നിരിക്കുകയാണ്. നിന്നെ ശുദ്ധീകരിക്കുന്നവൻ കടന്നു വന്നിരിക്കുകയാണ്. നിന്റെ ഹൃദയം നീ തുറക്കുക, നിന്റെ ഹൃദയം നീ തുറക്കുക. യേശുവിനെ നീ വിളിക്കുക. യേശുവിൻ്റെ ആത്മാവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ വിളിക്കുക. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ. എന്നെ നീ ഒരു ഫലം കായ്ക്കുന്ന ഒരു ദൈവ വൈതലാക്കി എന്നെ മാറ്റണമേ. എന്നെ അധിക ഫലം കായ്ക്കുന്നതിന് വേണ്ടി നീ എന്നെ ചെത്തി വെടിപ്പാക്കണമേ. അതിനായി ഞാനിതാ എൻ്റെ ജീവിതം ഞാൻ യേശുവിൻ്റെ ആണിപ്പാടുള്ള മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്ന കർത്താവേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ സമർപ്പിക്കുന്നുണ്ടോ? ജീവിതം യേശുവിന് വേണ്ടി കൈമാറുന്നുണ്ടോ? യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ യേശുവിനോട് വാക്ക് പറയുക. യേശുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുക. ഫലം കായ്ക്കുന്ന വിശ്വാസികളായി തീരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഫലം കായ്ക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. മഹത്വം ഇറക്കപ്പെട്ട കുഞ്ഞാട് ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.